Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ബ്രിട്ടനിൽ വിദേശ NHS നഴ്സുമാർക്ക് നേരെ ആക്രമണം. NHS നഴ്സുമാർക്ക് നേരെ രൂക്ഷമായ കല്ലേറാണ് ഉണ്ടായത്. എമർജൻസി ഡ്യൂട്ടിക്കായി ടാക്സിയിൽ പോവുകയായിരുന്ന ഫിലിപ്പൈൻ നഴ്സുമാർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 2 ടാക്സികളിലായാണ് നഴ്സുമാർ ഉണ്ടായിരുന്നത്. എമർജൻസി ആവശ്യത്തിനായി വിളിച്ചു വരുത്തിയപ്പോഴാണ് പ്രശ്നത്തിൽ ചാടിയത്. ആ ഘട്ടത്തിൽ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടെങ്കിലും എന്ത് സംഭവിക്കുമെന്നറിയാതെ ഭയപ്പാടിലായിരുന്നു അവർ. പ്രതിഷേധങ്ങളിൽ പോലീസ് സ്റ്റേഷന് തീയിട്ട ശേഷമാണ് പൊതുവഴിയിൽ വാഹനങ്ങളെ ലക്ഷ്യം വെച്ചത്. വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന ആക്രമണങ്ങളിൽ 8 പേരെ അറസ്റ്റ് ചെയ്തതായി നോർത്താംബ്രിയ പോലീസ് പറഞ്ഞു. പ്രതിഷേധക്കാർ കാർ മറിച്ചിട്ട് തീ കൊളുത്തുകയും ഒരു പള്ളിക്കു നേരെ അക്രമം ഉണ്ടാക്കുകയും ചെയ്തു. കലാപത്തിൽപ്പെട്ട നഴ്സുമാർ ഭയപ്പാടിലാണെന്ന് പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അക്രമം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധങ്ങൾ സമാധാനപരമായി മാത്രം നടത്തണമെന്നും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആഹ്വാനം ചെയ്തു. അക്രമത്തിന്റെ ഭാഗമായവർ ഖേദിക്കേണ്ടി വരുമെന്നാണ് തീവ്ര വലതുപക്ഷ പ്രതിഷേധക്കാർക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ മുന്നറിയിപ്പ് നൽകിയത്. തൊലിയുടെ നിറം നോക്കിയുള്ള അക്രമം അടിച്ചമർത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വിവിധ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പല സ്ഥലങ്ങളിലും ആരാധനാലയങ്ങൾക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തി. കുടിയേറ്റക്കാർക്കെതിരെ ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തിലും അക്രമ സംഭവങ്ങളിലും ബ്രിട്ടനിലെ മലയാളി സമൂഹം കനത്ത ആശങ്കയിലാണ്. രാത്രി വൈകിയും ഡെലിവറി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവരും ഡെലിവറി ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായ മലയാളികളാണ് കൂടുതലും ആശങ്കയിലായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് സൗത്ത് പോർട്ടിൽ നടന്ന അക്രമത്തിൽ 3 പെൺകുട്ടികളെ 17-കാരൻ കുത്തിക്കൊന്നത്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. UK-യിലേക്ക് വിസ വാഗ്ദാനം ചെയ്തവരിൽ നിന്നും 4 ലക്ഷം തട്ടി. 2 പേർക്കെതിരെ കേസ്. UK-യിലേക്ക് സ്കിൽഡ് വർക്കർ വിസ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്നും 4 ലക്ഷം രൂപ തട്ടിയെടുത്ത 2 പേർക്കെതിരെ പരാതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തു. മണിക്കടവ് വാട്ട്യംതോട് സ്വദേശിനി ജിസ്ബി തോമസിന്റെ പരാതിയിലാണ് തിരുവനന്തപുരം ശ്രീകാര്യം ശാന്തി നഗർ സ്വദേശികളായ അനൂപ് S ശശി എന്നിവർക്കെതിരെ കേസെടുത്തത്. കഴിഞ്ഞ വർഷം ജൂൺ 15-ന് പരാതിക്കാസ്പദമായ സംഭവം ഉണ്ടായത്. UK-യിലേക്ക് സ്കിൽഡ് വർക്കർ വിസയ്ക്ക് യുവതി ബാങ്ക് അക്കൗണ്ട് വഴി 1-ാം പ്രതിയുടെ നിർദ്ദേശപ്രകാരം 2-ാം പ്രതിക്ക് പണം അയച്ചു കൊടുത്തതിനു ശേഷം വിസയോ കൊടുത്ത പണമോ തിരിച്ചു നൽകാതെ വഞ്ചിച്ചുവെന്ന പരാതിയിലാണ് കേസെടുത്തത്. ലെബനൻ വിടാൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് US-ഉം UK-യും. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ പൗരന്മാരോട് ലെബനൻ വിടാൻ ആവശ്യപ്പെട്ട് US-ഉം UK-യും. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം നിലനിൽക്കുന്നതിനിടെയാണ് പൗരന്മാരോട് രാജ്യം വിടുവാൻ എംബസികൾ അറിയിച്ചത്. ടിക്കറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് ലെബനൻ വിടാനാണ് നിർദ്ദേശം. വിമാന കമ്പനികൾ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും ചില സർവീസുകൾ ഇപ്പോഴും ഉണ്ടെന്നും ഉടൻ തന്നെ രാജ്യം വിടുവാനും US എംബസി നിർദ്ദേശിച്ചു. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തെ തുടർന്നാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തത്. ജൂലൈ 31-നായിരുന്നു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വസതിയിൽ വെച്ച് ഹനിയ കൊല്ലപ്പെട്ടത്. ഹനിയയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിരുന്നു. ജർമ്മനിയിൽ മിനിമം വേതനം 15 യൂറോ ആക്കണമെന്ന് ലോവർ സാക്സണി സംസ്ഥാന മുഖ്യമന്ത്രി സ്റ്റൈഫാൻ വെയിൽ ആവശ്യപ്പെട്ടു. രാജ്യത്തെ മിനിമം വേതനം നിലവിൽ 12.41 യൂറോയിൽ നിന്നും 14 യൂറോ ആയി ഉയർത്തണമെന്നാണ് SPD പാർട്ടിക്കാരനായ വെയിൽ ആവശ്യപ്പെട്ടത്. അതേസമയം ദീർഘകാലമായ തൊഴിലില്ലായ്മ, അനുകൂലമായ പൗരന്മാരുടെ അലവൻസ് എന്നിവ സ്വീകരിക്കുന്ന ആളുകൾക്ക് കടുത്ത ഉപരോധം ഏർപ്പെടുത്തണമെന്ന് വെയിൽ ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ മെയിൽ മധ്യത്തിൽ ഒരു അഭിമുഖത്തിൽ ചാൻസലർ ഒലാഫ് ഷോൾഡ് മിനിമം വേതനം 15 യൂറോ ആയി ക്രമേണ വർദ്ധിപ്പിക്കുമെന്നതിന് അനുകൂലമായി സംസാരിച്ചിരുന്നു. മിനിമം വേതന കമ്മീഷന്റെ സ്വതന്ത്ര പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കും അദ്ദേഹം തുടക്കമിട്ടു. ഇനി നാട്ടിലെ വാർത്തകൾ. ദേശീയ ദുരന്തം എന്നൊന്നില്ല, പ്രഖ്യാപിക്കാൻ മാനദണ്ഡവുമില്ലെന്ന് കേന്ദ്ര നിലപാട്. വയനാട് ഉരുൾപൊട്ടലിനെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്നാണ് രാഷ്ട്രീയ ചർച്ച. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ആവശ്യപ്പെടുമ്പോൾ ദേശീയ ദുരന്തം എന്നൊന്നില്ലെന്നാണ് BJP നിലപാട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിബന്ധനയില്ലെന്ന് UPA സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. അതും BJP ചൂണ്ടിക്കാണിക്കുന്നു. 2013 ഓഗസ്റ്റ് 6-ന് ഉത്തരാഖണ്ഡ് ദുരന്തം സംബന്ധിച്ച ചോദ്യത്തിനാണ് അന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭയിൽ മറുപടി നൽകിയത്. രാജ്യത്തുണ്ടാകുന്ന ഗുരുതര സ്വഭാവമുള്ള പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സർക്കാർ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യം. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിബന്ധന ഇല്ലെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയ മറുപടി. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് സൈനിക മേധാവി ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന് പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. രാജ്യത്തെ ഉടൻ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് ബംഗ്ലാദേശ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വേക്കർ ഉസ്മാൻ പ്രഖ്യാപിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിയാകും സർക്കാരെന്നും പാർട്ടികളുമായി നടത്തിയ അടിയന്തര ചർച്ചയിൽ ഇക്കാര്യത്തിൽ ധാരണയാകുമെന്നും സൈനിക മേധാവി അറിയിച്ചു. പ്രതിസന്ധി പരിഹരിക്കുവാൻ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
കൂട്ടിച്ചേർത്തു. രാജ്യം പ്രതിസന്ധിയിലാണ്. ഞാൻ പ്രതിപക്ഷ നേതാക്കളെ കണ്ടു നടത്തിയ ചർച്ചയിൽ രാജ്യത്തെ നയിക്കുവാൻ ഇടക്കാല സർക്കാർ രൂപീകരിക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കുവാണെന്നും വാക്ക് നൽകുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടും. അക്രമം അവസാനിപ്പിക്കുവാൻ ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങളുമായി സഹകരിക്കുകയാണെങ്കിൽ ഒന്നിച്ച പ്രശ്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് പരിഹാരം കാണാനാകും. അക്രമത്തിലൂടെ നമുക്കൊന്നും നേടാനാകില്ല. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വേക്കർ ഉസ്മാൻ പറഞ്ഞു. പ്രക്ഷോഭം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് കത്ത് നൽകുവാൻ ധാക്ക സർവകലാശാല പ്രൊഫസർ ആസിഫ് നസ്രുലിനോട് സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് രക്ഷിച്ചത് 500ഓളം പേരെ. മേജർ ജനറൽ VT മാത്യുവിന് യാത്രയയപ്പ്. ബിഗ് സല്യൂട്ട് ഇന്ത്യൻ ആർമി. വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ ദുരിതത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മേജർ ജനറൽ VT മാത്യു 100 കണക്കിന് ആളുകൾക്ക് രക്ഷ നേടുവാൻ വഴി തുറന്ന ശേഷം മടങ്ങി. മേജർ ജനറലിന് നാടിന്റെ സ്നേഹവും ആദരവും അറിയിച്ച് ജില്ലാ കളക്ടർ DR മേഘശ്രീ യാത്രയയപ്പ് നൽകി. ബംഗളൂരുവിലുള്ള കേരള കർണാടക ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങളും തിരച്ചിലും അദ്ദേഹം നിരീക്ഷിക്കും. ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്ന ഉടൻ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, NDRF സംഘങ്ങൾ തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ജൂലൈ 30 ഉച്ചയ്ക്ക് 12:30 ഇന്ത്യൻ കരസേന എത്തുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി ആളുകളെ രക്ഷിച്ചു. ജൂലൈ 31 കേരള കർണാടക GOC മേജർ ജനറൽ VT മാത്യു വരുന്നതും രക്ഷാദൌത്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. 500ഓളം വരുന്ന സേനാംഗങ്ങളിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ബെയിലി പാലം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായ സൈനികരും ഉൾപ്പെട്ടിരുന്നു. ഓട്ടോ ചാർജ് വേണ്ട, പകരം ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചാൽ മതി. വയനാടിന് സഹായവുമായി ചെന്നൈയിൽ നിന്ന് ഓട്ടോ ഓടും. ദുരന്തം തകർത്ത വയനാടിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായത്തിന്റെ വിളികളെത്തുന്നുണ്ട്. അന്നന്നത്തെ വരുമാനത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ പോലും ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസമാകുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും. അത്തരത്തിൽ സഹായത്തിന്റെ കരം നീട്ടി അടുത്ത ദിവസം മുതൽ ചെന്നൈയിൽ ഒരു ഓട്ടോ ഓടിത്തുടങ്ങും. കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുവാനായി QR കോഡ് പതിപ്പിച്ച ബാനറുമായി ഓട്ടോയുടെ മുന്നിൽ സഹജീവി സ്നേഹത്തിന്റെ കേരള മോഡൽ അംബാസിഡറും ഉണ്ടാകും. ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ പാലക്കാട് സ്വദേശിയായ രാജി അശോകാണ് സ്വന്തം ഓട്ടോയിൽ വയനാടിനായി സഹായയാത്ര ഒരുക്കുന്നത്. ദുരന്തത്തിന്റെ മുറിവുകൾ ഉണക്കാൻ മുളയ്ക്കുന്ന സ്നേഹത്തിന്റെ വിത്തുകളിലൊന്ന്. ഓട്ടോയിൽ കയറുന്നവർക്ക് രാജി പണം നൽകേണ്ടതില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ പണം നൽകാം. ഒറ്റപ്പെടലിന്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരു നേരം പട്ടിണി കിടക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടാണെന്നും അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഞാനും ഭർത്താവും ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഒരു നേരം കട്ടൻ ചായ കുടിക്കാൻ പോലും, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. അതുകൊണ്ട് ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കാനായി എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്നും രാജ് പറഞ്ഞു. ഇനി കായിക വാർത്തകൾ. ടേബിൾ ടെന്നീസ് ടീമിനത്തിൽ ഇന്ത്യ ക്വാർട്ടറിൽ. 400 മീറ്ററിൽ പ്രതീക്ഷയായി കിരൺ പഹൽ. ഒളിമ്പിക്സ് ടേബിൾ ടെന്നീസ് വനിതാ ടീമിനത്തിൽ ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ. റുമാനിയയെ 3-2 തകർത്താണ് ഇന്ത്യ ക്വാർട്ടറിലെത്തിയത്. മനിക ബത്ര 2 സിംഗിൾസ് മത്സരങ്ങളിലും ശ്രീജ, അകുല, അർച്ചന സഖ്യം ഡബിൾ മത്സരവും വിജയിച്ചു. വനിതകളുടെ 400 മീറ്ററിൽ ഇന്ത്യൻ താരം കിരൺ പഹൽ റപ്പ ഷാജി റൗണ്ടിൽ മത്സരിക്കും. ഹീറ്റ്സിൽ 52.51 സെക്കൻഡിൽ 7ാം സ്ഥാനത്തെത്തിയാണ് കിരൺ ഫിനിഷ് ചെയ്തത്. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കടുപ്പമേറിയ പോരാട്ടത്തിനായാണ് ഇത്തവണ പുരുഷന്മാരുടെ 100 മീറ്റർ മത്സരം വേദിയായത്. ട്രാക്കിലിറങ്ങിയവരെല്ലാം അത്യുജ്വല പോരാട്ടം കാഴ്ചവെച്ചതോടെ ഫോട്ടോ ഫിനിഷിംഗിലാണ് മെഡൽ ജേതാക്കളെ നിർണയിച്ചത്. സ്വർണം, വെള്ളി മെഡൽ നിർണ്ണയിക്കുവാനായിരുന്നു ഏറ്റവും പ്രയാസം. മത്സരം പൂർത്തിയായ ഉടനെ മത്സരാർത്ഥികൾ ഉൾപ്പെടെ സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനുകളിലേക്ക് ആകാംക്ഷയോടെ നോക്കുന്നത് കാണാമായിരുന്നു. ഒടുവിൽ ഫലം വന്നപ്പോൾ US താരം നോഹ ലൈൽസ് കരിയറിലെ ഏറ്റവും മികച്ച സമയം കുറിച്ച് സ്വർണം നേടി. ഒപ്പത്തിനൊപ്പം പൊരുതിയ ജമൈക്കൻ താരം കിഷീൻ തോമസും വെള്ളി നേടിയപ്പോൾ USന്റെ തന്നെ ഫ്രെഡ് കേർലി വെങ്കലവും സ്വന്തം. ഇന്ത്യൻ പരിശീലകരെന്ന നിലയിൽ 2020 മികച്ച തുടക്കം കുറിച്ചെങ്കിലും ഏകദിനത്തിൽ ഗൗതം ഗംഭീറിന് പരീക്ഷണ ദിവസങ്ങൾ. താരതമ്യേന ദുർബലരായ ശ്രീലങ്കയ്ക്കെതിരെ 1ാം ഏകദിനത്തിൽ ടൈ വഴങ്ങിയ ഇന്ത്യ 2ാം ഏകദിനത്തിൽ ദയനീയമായി തോറ്റു. ഒരിക്കൽ കൂടി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നൽകിയ മികച്ച തുടക്കം മുതലാക്കാനാകാതെയാണ് ഇന്ത്യയുടെ തോൽവി. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ശ്രീലങ്ക 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 97 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. അടുത്ത 111 റൺസിനിടെ 10 വിക്കറ്റും നഷ്ടമാക്കിയാണ് തോൽവിയിലേക്ക് വീണത്. ഇതോടെ 3 മത്സരങ്ങളിലടങ്ങിയ പരമ്പരയിൽ ശ്രീലങ്ക 1-0 അപരാജിത ലീഡ് നേടിയിട്ടുണ്ട്. 44 പന്തിൽ 64 റൺസ് എടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ശുഭ്മാൻ ഗിൽ, അക്ഷർ പട്ടേൽ എന്നിവരും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. 10 ഓവറിൽ 33 റൺസ് മാത്രം വഴങ്ങി 6 വിക്കറ്റ് വീഴ്ത്തിയ ജെഫ്രി വാഡർസെയാണ് ഇന്ത്യയെ തകർത്തത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.42 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.